ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഗവേഷണം എന്താണെന്നും ഗവേഷണത്തിന്റെ സാധ്യതകളും അതുപോലെ തന്നെ ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡും ഓരോ റിസർച്ച് സ്കോളേഴ്സിനും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള സവിശേഷമായ സ്വഭാവം എന്താണെന്നും അതുപോലെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു. അതിനോട് ചേർത്ത് തന്നെ എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻസ്, അതുപോലെ തന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ വിശദമായി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് റിസർച്ച്. ഗവേഷണം എന്ന് പറയുന്നത് നമുക്കറിയാം വിഷയാസ്പദമാണ്, ഒരു പരിധി വരെ വിഷയാസ്പദമാണെന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലുള്ള ഗവേഷണങ്ങളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. സയന്റിഫിക് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല സോഷ്യൽ സയൻസിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. സോഷ്യൽ സയൻസിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് റിസർച്ച് മെത്തേഡ്സും സയന്റിഫിക് സ്റ്റഡീസിൽ നമുക്ക് കാണാൻ കഴിയില്ല. ദെൻ മാത്തമാറ്റിക്കൽ സ്റ്റഡീസിൽ നമ്മൾ വേറൊരു രീതിയിലുള്ള മെത്തേഡ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ചില റിസർച്ച് രീതികൾ, വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണ മേഖലയെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് റിസർച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്ലൈഡ് റിസർച്ച്, അതുപോലെ തന്നെ കോറിലേഷണൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്, ഹിസ്റ്റോറിക് റിസർച്ച്, എംപിരിക്കൽ റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ ഇതിൽ വളരെ പ്രസക്തമായിട്ടുള്ള ചില വ്യത്യസ്ത തലത്തിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഗവേഷണങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമുക്ക് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 4 മേഖലകളെയാണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അതുപോലെ തന്നെ അനലറ്റിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഹിസ്റ്റോറിക്കൽ റിസർച്ചിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാനമായും ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ഗവേഷകര് ഫോക്കസ് ചെയ്യുന്ന ഈ 4 വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണ രീതിയാണ്: ഡിസ്ക്രിപ്റ്റീവ്, അനലറ്റിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്ത് പരിശോധിക്കാം. വാട്ട് യു മീൻ ബൈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? എന്താണ് വിവരണാത്മകമായിട്ടുള്ള ഗവേഷണം എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്കറിയാം ചരിത്ര രചന എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമ്മൾ പറഞ്ഞാൽ ഗവേഷണാത്മകമായിട്ടുള്ള ഒരു അന്വേഷണമാണെങ്കിൽ പോലും അതിന് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ചില വസ്തുതകളെ, ചില സംഭവങ്ങളെ, ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളെ ക്രമാനുഗതമായിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ് ചരിത്ര പഠനങ്ങളിലൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ അത് ഗവേഷണ മേഖലയിലാണെങ്കിലും we have to apply this kind of descriptive research. ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് മെത്തഡോളജി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്താണ് what do you mean by this descriptive research? The most widely used research design as indicated by the thesis. As a historical research, ഒരു ചരിത്ര പഠനങ്ങളിൽ we can follow this kind of research is as a common ടൈപ്പ് ഓഫ് പാറ്റേൺ നമുക്ക് പറയാൻ പറ്റും. ഒരു സാധാരണ തരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു പാറ്റേൺ ഓഫ് റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. വളരെ വൈഡ് ആയിട്ട്, വളരെ വ്യാപകമായ രീതിയിൽ ചരിത്രകാരന്മാരും ഗവേഷകരും ഉപയോഗപ്പെടുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്, ഒരു തരത്തിലുള്ള ഒരു ഗവേഷണമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയാവുന്നത്. Then what do you mean by this kind of descriptive research? Which include fact-finding inquiries with the adequate interpretation of different kind of such as what, why, when, how, who. ഇപ്പൊ നമുക്കറിയാം ചരിത്ര പഠനങ്ങളുടെ അല്ലെങ്കിൽ ചരിത്ര പ്രക്രിയയുടെ മുന്നോട്ടുള്ള പോക്കിനെ പ്രധാനമായും അടിസ്ഥാനപ്പെടുത്തുന്നത് ചില വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഈ വസ്തുതകളെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ആ വസ്തുതകളിൽ നിന്നുകൊണ്ടുള്ള ആ അന്വേഷണത്തെ നമ്മൾ ഒരു കൃത്യമായ വിവരണാത്മകമായ തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് വിവരണാത്മകമായിട്ടുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് പ്രധാനമായും ചില ചോദ്യങ്ങളെ ആൻസർ ചെയ്തുകൊണ്ടാണ് എന്ന് നമുക്ക് പറയേണ്ടത് ആയിട്ട് വരും.
അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്ര പഠനങ്ങളുടെ നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ദെൻ എസ്പെഷ്യലി വാട്ട്, എന്തുകൊണ്ട്, ദെൻ എങ്ങനെ, വൈ, വെൻ, എപ്പോൾ, ഹൗ, ഇത്തരത്തിലുള്ള ഹു, ആര്, ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ചരിത്രകാരന്മാര് എപ്പോഴും ചരിത്ര വസ്തുതകളിലും ചരിത്ര പഠനങ്ങളിലും തുടർന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം ആൻസറുകളാണ് നമ്മുടെ ഈ ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് റിസർച്ചിനെ മുന്നോട്ട് നയിക്കപ്പെടുന്നത്. Then the main aim of this research is description of the characteristics of a phenomena at present. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇത്തരത്തിലുള്ള റിസർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് അനാലിസിസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഡിസ്ക്രിപ്ഷൻ, വിവരണാത്മകമായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ചില സംഭവങ്ങളെ, ചില പ്രക്രിയകളെ, ചില വസ്തുതകളെ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിവരണാത്മകമായി നമ്മൾ അവതരിപ്പിക്കുകയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത്. Then descriptive research is designed for the investigator to gather information about the present existent conditions. നമുക്കറിയാം ഇത്ര ഈസി വേ ഓഫ് അപ്രോച്ച് ആണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ആ റിസർച്ചർക്ക് ഒരുപാട് സ്പേസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അന്വേഷണാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരുപാട് സഹായകമാകുന്ന ഘടകങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഒരു അനലിറ്റിക്കലോ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ലെവൽ ഓഫ് റിസർച്ചിലേക്കൊക്കെ പോകുന്നതിലും ഇതിനും കൂടി ഈസി വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് പ്രസന്റേഷൻ തന്നെയാണ്. അപ്പൊ അതില് ഇൻവെസ്റ്റിഗേറ്റർ, അന്വേഷകൻ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഇൻഫർമേഷൻസ് പരമാവധി they were try to collect up all kind of information which we have to കളക്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അത്തരത്തിൽ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനെയും വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഡിസൈൻ ചെയ്യാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. Then this research has no control over the variables, only have to report what is happening or what has happened. അപ്പൊ അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് വേരിയബിൾസിന്റെ കൃത്യമായിട്ടുള്ള അസസ്മെന്റ്സ് ഒന്നും നമുക്ക് അതിൽ കാണാൻ കഴിയില്ല. എന്താണോ കഴിഞ്ഞു പോയത് അല്ലെങ്കിൽ എന്താണോ ആ കാലഘട്ടത്തിൽ നടന്നത് അതിന്റെ അതേ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതേ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. അത് നമ്മുടെ സമകാലീനമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് റിസർച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. Then the method used by the researchers involves survey method of all kind including comparative and correlated methods. നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ഓഫ് റിസർച്ച് എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കബിൾ ആകുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ കാണേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള സർവേകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ വസ്തുതകളെ അതിൻ്റെ പ്രാധാന്യത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കൊളാബറേറ്റ് ചെയ്യും, അതിനെ കണക്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കിട്ടിയ വസ്തുതകളുടെ ആധികാരികതയെയും റിലയബിലിറ്റിയൊക്കെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വസ്തുതകളെ തമ്മിൽ കൃത്യമായി നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ടുണ്ട്. പരസ്പര പൂരകങ്ങളായിട്ടുള്ള വസ്തുതകളെ അതേ രീതിയിൽ തന്നെ സാമാന്യവൽക്കരണത്തിനും മറ്റും വിധേയമാക്കിക്കൊണ്ട് താരതമ്യ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആ വിഷയാസ്പദമായി ആ വിഷയത്തിന്റെ ആധികാരികതയെയും അതുപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന അറിവുകളെ പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ റിസർച്ചേഴ്സ് അത് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ഓഫ് അനാലിസിസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. Then the principal aim of in employing descriptive research are to describe the nature of situation as it exists at the time of the study and to explore the causes particular phenomena. ഇപ്പൊ നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണെങ്കിലും അനലിറ്റിക്കൽ റിസർച്ച് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള വൈവിധ്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലെ പ്രധാനപ്പെട്ട തത്വങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാവും. അപ്പൊ നമ്മുടെ പഠനങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചില കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ
ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ നമ്മൾ നടത്തുന്നത് എന്ന് കാണാൻ പറ്റും. ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ആ കാരണങ്ങളിൽ നിന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ആസ് എ ഈസി വേ ഓഫ് റിസർച്ച് മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ വി ക്യാൻ അറേഞ്ച്, വി ക്യാൻ കെയർഫുള്ളി പ്ലാൻ ആൻഡ് അറേഞ്ച് ദി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചേഴ്സ് cause effect relationship may be established to some extent. That's why we can say that this kind of planning which is connected with this cause effect relations എന്ന് നമ്മൾ പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പ്രധാനമായും കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് എന്ന് ഒരു പരിധി വരെ നമുക്ക് പറയാൻ കഴിയും. Then and also we can say that it's a closer look into happening behavior, practice, method and procedure. ഇതൊരു കണക്റ്റീവ് ലെവൽ ഓഫ് പ്രോസസ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് അത് ആ സംഭവങ്ങളെ അതിന്റെ സ്വഭാവത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില രീതിശാസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ലെവൽ ഓഫ് ഡിസ്ക്രിപ്ഷൻ നമുക്കതിൽ കാണാൻ പറ്റും, ഒരു വിവരണാത്മകമായ സ്വഭാവം. അപ്പൊ എന്താണ്, എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ വിവരണങ്ങൾ അറിയാതെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ കാണേണ്ടത്. Then we have to discuss about the different type of descriptive research. വ്യത്യസ്തമായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകളെ നമുക്ക് കാണാൻ കഴിയും, അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള വിവരണാത്മക ഗവേഷണങ്ങളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ വിവരണാത്മക ഗവേഷണം എന്ന് പറയുന്നതിന് ഒരു മോണോട്ടോണസ് സ്വഭാവമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏക സ്വഭാവത്തിൽ നിൽക്കപ്പെടുന്ന ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിനെ നമുക്ക് കാണാൻ കഴിയില്ല. ദർ ആർ എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒബ്സർവേഷണൽ റിസർച്ച് ആൻഡ് കോ റിലേഷണൽ research which is associated with this descriptive research. Type of descriptive research, first we have to discuss about this observational method. അപ്പൊ എന്താണ് ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത്? നിരീക്ഷണാത്മകമായിട്ടുള്ള രീതി. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള നിരീക്ഷണാത്മകമായിട്ടുള്ള രീതി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വെറൈറ്റി ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് observational method we have to adopted on each and every descriptive research. ഓരോ വ്യത്യസ്തമായിട്ടുള്ള വിവരണാത്മക ചരിത്രത്തിലും ഇത്തരത്തിലുള്ള ഒബ്സർവേഷണൽ മെത്തേഡ്, വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് ഒബ്സർവേഷണൽ മെത്തേഡ് വി ഹാവ് ടു ഫോളോ. അപ്പൊ അതിൽ നമ്മൾ കാണുന്നത് നിഗമനങ്ങൾ എന്ന് പറയുന്നത് ചില വസ്തുതകളെ നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ടാണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെ തമ്മിൽ നമ്മൾ താരതമ്യ പഠനത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യുക്തിക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഒബ്സർവേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. Then another important one, the case study method. എന്താണ്? കാരണങ്ങളെ വിശദമായി പഠനങ്ങൾക്ക് വിധേയമാക്കുക. Case studies are analysis of a person, events, decisions, periods, projects, policies, institutions or other systems that are studied holistically by one or more method. It provides the insight for further research. Case studyകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മുന്നോട്ട് എന്താണ് ഒരുപാട് ഇൻസൈറ്റ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ തുടർ അന്വേഷണാത്മകമായിട്ടുള്ള സാധ്യതകളെ കേസ് സ്റ്റഡീസ് എപ്പോഴും നമുക്ക് തുറന്നു തരുന്നുണ്ട് എന്നുള്ളതാണ്. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഏരിയയോ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയോ പർട്ടിക്കുലർ ഇവന്റിനെയോ ഒന്നും ഫോക്കസ് ചെയ്തുകൊണ്ടല്ല എന്ന് നമുക്കറിയാം. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഫോക്കസ് ഓൺ സർട്ടൻ പേഴ്സൺസ് ഓർ സർട്ടൻ ഇവന്റ്സ് ഓർ സർട്ടൻ ഡിസിഷൻസ് ഓർ പീരീഡ്, പ്രൊജക്ട്സ്, പോളിസീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു ഫൈനൽ ലെവൽ ഓഫ് കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാതെ ഒരുപാട് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ആസ്പെക്ട്സിൽ ഒരുപാട് ഗവേഷണപരമായിട്ടുള്ള പ്രക്രിയക്കുള്ള സാധ്യത തുറന്നു തരുന്ന ഒരു മേഖലയായിട്ട് വേണം കേസ് സ്റ്റഡീസിനെ നമ്മൾ കാണാൻ. അപ്പൊ അത്തരം സാധ്യതകളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ കേസ് സ്റ്റഡീസ് നമുക്ക് സഹായകമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശം. അപ്പൊ അത് ഇത്തിരി കൂടി എന്താ പറയാ, ഇത്തിരി കൂടി ഈസി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും ഇത്തിരി കൂടി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടും സാധ്യതകൾ എന്നാൽ റിസർച്ച് മേഖലയുടെ സാധ്യതകൾ കൂടുതൽ തുറന്നു കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ്
റിസർച്ച് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, സർവേ മെത്തേഡ്. നമുക്കറിയാം സർവേകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു വിഷയത്തെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സർവേകൾ ഒരുപാട് സഹായിക്കാറുണ്ട്. ഇപ്പൊ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയെ പറ്റിയുള്ള പഠനം, അവിടുത്തെ പൊട്ടൻഷ്യാലിറ്റീസിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ നമ്മൾ റിസർച്ചിന് നമ്മളെപ്പോഴും സർവേകൾ, ക്വസ്റ്റിനയർ മെത്തേഡുകൾ വളരെ വ്യാപകമായി നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇന്റർവ്യൂ, ക്വസ്റ്റിനയർ, സർവേ. അപ്പൊ ഇത്തരത്തിലൊക്കെ ടെക്നിക് ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മുടെ റിസർച്ചിന്റെ എക്സ്പോഷർ ഇത്തിരി കൂടി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ സർവേ മെത്തേഡിൽ കൂടെ കാണേണ്ടത്. സർവേ മെത്തേഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ക്വസ്റ്റ്യനയർ ആറ്റിറ്റ്യൂഡും ഇന്റർവ്യൂസും ഒക്കെ നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ലോക്കൽ സ്റ്റഡീസിലൊക്കെ തന്നെ, പ്രാദേശിക ചരിത്ര പഠനങ്ങളിലും പ്രാദേശിക ചരിത്ര ഗവേഷണങ്ങളിലൊക്കെ തന്നെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സ്യൂട്ടബിളും വളരെ ആപ്ലിക്കബിളും വളരെ ഫ്രൂട്ട്ഫുള്ളുമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ പറ്റി നമുക്ക് പറയാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെ, ക്ലിയർ അല്ലേ? Okay, then next we have to discuss about analytical research. അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ടൈറ്റിലിൽ തന്നെയുണ്ട്. ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേ ഓഫ് അപ്രോച്ച് ആണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് എ ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ഗവേഷണത്തിന് നമ്മൾ കൂടുതൽ അനലിറ്റിക്കൽ ആസ്പെക്ടിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ പ്രസന്റേഷൻ വിച്ച് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദിസ് ലെവൽ ഓഫ് ക്രിട്ടിക്കൽ വേ ഓഫ് അപ്രോച്ച്. അപ്പൊ നമ്മുടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പ്രസന്റേഷനും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും വിച്ച് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദിസ് ലെവൽ ഓഫ് ക്രിട്ടിക്കൽ പെർസെപ്ഷൻ. നമ്മുടെ വിശകലനാത്മകം എന്നുള്ളവിടത്ത് നമ്മൾ വിവരണാത്മകം എന്നുള്ളവിടത്ത് നമ്മൾ വിശകലനാത്മകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. വളരെ കൃത്യമായ വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഗവേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ക്രിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസിനെയാണ് ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് അനലിറ്റിക്കൽ റിസർച്ച് paper is to present a few different opinions and to draw a logical conclusions. ഇപ്പൊ നമുക്കറിയാം അനാലിസിസ് എന്ന് പറയുന്നത് which is we have to develop a certain type of logical assumption. ചില യുക്തിപരമായിട്ടുള്ള ചിന്താധാരകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അനാലിസിസ് ഡെവലപ്പ് ചെയ്യുന്നത്. അനലിറ്റിക്കൽ ആർഗ്യുമെന്റുകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത അഭിപ്രായങ്ങളെ കൃത്യമായി എടുത്തുകൊണ്ട് ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ നിന്ന് വി ക്യാൻ കൺക്ലൂഡ് എ ലോജിക്കൽ കൺക്ലൂഷൻ. ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശകലനാത്മകമായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആ വ്യത്യസ്ത അഭിപ്രായങ്ങളെ വളരെ സമഗ്രമായ രീതിയിൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃത്യമായ യുക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിങ്സിലേക്കും ഒരു കൺക്ലൂഷനിലേക്കും ചെല്ലുകയാണ് അനാലിറ്റിക്കൽ റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത്. Then this research mainly carrying out analysis on a phenomena and which involves then secondary data. ഇപ്പൊ പലപ്പോഴും വ്യത്യസ്തമായിട്ട് കിട്ടിയ സംഭവങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക പ്രതിഭാസങ്ങളെ ചില അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃത്യമായി വിശകലനത്തിന് വിധേയമാക്കുകയും അത്തരം വിശകലനങ്ങൾ നമ്മളെ ഒരു കൃത്യമായ കൺക്ലൂഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡോക്യുമെന്റ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ചില കൃത്യമായിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അത് പ്രൈമറി ആവാം സെക്കൻഡറി ആവാം, ഈ പ്രൈമറി സെക്കൻഡറി സോഴ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അനലിറ്റിക്കൽ ടൂൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. Then the aim of this research is to understand phenomena by discovering and measuring causal relations among them. എന്താണ് ഈ അനലിറ്റിക്കൽ വേ ഓഫ് റിസർച്ചിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? അത് ചില സാമൂഹിക പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തോടെ നമുക്ക് യുക്തമായി മനസ്സിലാക്കാൻ, അതിന്റെ കാര്യകാരണ ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യുക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്.
നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡിൽ നമ്മൾ എപ്പോഴും പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് പ്രസന്റേഷൻ ആണെങ്കിൽ, അനലറ്റിക്കല് ആ കിട്ടിയ വസ്തുതകളെ നമ്മൾ വിശകലനത്തിന് വിധേയമാക്കുകയാണ്. വ്യത്യസ്തമായ ഈ വസ്തുതകളെ നമ്മൾ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു ലോജിക്കൽ അസംഷൻസ് നമ്മൾ കൃത്യമായി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. വെദർ ദ ഡോക്യുമെന്റ് ഈസ് ഫോർജ്ഡ് ഓർ റിയൽ വൺ. അല്ലെ, നമ്മൾ അവിടെ ഡോക്യുമെന്റ് ആണെങ്കിലും വസ്തുതകളാണെങ്കിലും ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ കാണുന്നത്. ഹിയർ ദ റിസർച്ചർ യൂസ് ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻസ് readily available to them in order to analyze, to make a critical evaluation of the context. അപ്പൊ പല സംഭവങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നത് അതിനെ വിശകലനാത്മകമായ രീതിയിൽ സമീപിക്കുമ്പോൾ മാത്രമാണ്. അതിന്റെ വസ്തുതകളും അതിന്റെ സത്യങ്ങളും അതിന്റെ യാഥാർത്ഥ്യങ്ങളും നമ്മളിലേക്ക് എത്തപ്പെടുന്നത് ഈ വിശകലനാത്മകമായ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ക്രിട്ടിക്കൽ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദ കോണ്ടെക്സ്റ്റുവൽ ലെവൽ. ആ നിലവിലുള്ള സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ഈ ക്രിട്ടിക്കൽ വേ ഓഫ് അപ്രോച്ച് നമുക്ക് നമ്മുടെ പഠനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അപ്പൊ അത്തരത്തില് നമ്മൾ കൃത്യമായ രീതിയിലുള്ള ക്രിട്ടിക്കൽ ലെവൽ ഓഫ് അപ്രോച്ച് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചരിത്ര പഠനങ്ങളിൽ നമുക്കറിയാം, അതിന് നമ്മൾ വി ഹാവ് ടു അഡോപ്റ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെത്തേഡ്സ്. നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്റേണൽ ക്രിറ്റിസിസം ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. എന്താണ് അതിന്റെ ഹെർമനോട്ടിക്സ്, ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന അതിന്റെ ഡിഫറെന്റ് ആസ്പെക്റ്റുകൾ വളരെ വിശദമായിട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്റേണൽ ക്രിറ്റിസിസത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുതയുടെ അല്ലെങ്കിൽ ഒരു വസ്തുതയുടെ ആധികാരികത നമ്മൾ പരിശോധിക്കപ്പെടുന്നതെന്നും, എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൽ നിന്ന് ഇന്റേണൽ ക്രിറ്റിസിസത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഫാക്ച്വൽ ഡീറ്റെയിൽസിന്റെ ആധികാരികത വിശദമായി എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത് എന്ന് ഇന്റേണൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൽ വളരെ വിശദമായി തന്നെ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ട് അതാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മെത്തഡോളജിക്കൽ ലെവൽ ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ അനലിറ്റിക്കൽ റിസർച്ചിൽ നമ്മൾ തുടർന്ന് അല്ലെങ്കിൽ നമ്മുടെ അനലിറ്റിക്കൽ റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ ആണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം. ദെൻ ഇറ്റ് വർക്ക് വിത്തിൻ ദ limitation variables. It also try to explain existing state of affairs from available data. One of the main limitation of this kind of studies, നമ്മൾ ഏത് പഠനത്തിനും ചരിത്ര പഠനങ്ങൾ എന്ന് പറയുന്നതിന് സ്വാഭാവികമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള പോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആധികാരികമായ പഠനമെന്നും അതുപോലെ തന്നെ ഒരു അൾട്ടിമേറ്റ് എൻഡ് എന്നുള്ള രീതിയിലും ഒരു ഗവേഷണത്തെയും നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അത് ലഭ്യമായ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പഠനം എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വേരിയബിൾസ്, നമുക്ക് കിട്ടുന്ന ഡേറ്റകൾ അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് തന്നെ അതിന്റെ പഠനത്തിന്റെ ലിമിറ്റേഷൻസ് മുന്നോട്ട് പോകുമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് കിട്ടിയ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റകളെ നിന്നുകൊണ്ടുള്ള ഒരു ആധികാരികമായ വിശകലനാത്മകമായിട്ടുള്ള പഠനം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അനലിറ്റിക്കൽ റിസർച്ചിനെ നോക്കി കാണേണ്ടത്. Then analysis is not just a description. When you describe an existing situation, then policy, organization, problems, use that description from some kind of analytical way of purpose. അപ്പൊ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് തീർത്തും നമ്മൾ പറഞ്ഞു പോയ രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിന്റെ പാറ്റേണിലല്ല നമ്മൾ അതിനെ കാണുന്നത്. വെൻ യു ഡിസ്ക്രൈബ് ആൻ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ, നിലവിലുള്ള സാമൂഹിക സാഹചര്യങ്ങളെയോ നിലവിലുള്ള സംവിധാനത്തെയോ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോളിസികളെയും ആ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളെയും ആ കാലഘട്ടത്തിലെ ഓർഗനൈസേഷനെയൊക്കെ സമഗ്രമായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് നമ്മൾ വിശകലനാത്മകമായിട്ടുള്ള ഒരു വിവരണമാണ് അനലിറ്റിക്കൽ റിസർച്ചിൽ നമ്മൾ കാണുന്നത്. ഇത് ആസ് കമ്പയർഡ് വിത്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു ഈസി വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിശകലനം എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. Then consider using one of the following common analytical design to
ഡിസൈൻ ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ്. പുതിയ ആശയങ്ങളെ രൂപപ്പെടുത്തുന്നതിന് ഗവേഷണ പഠനങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട അനലിറ്റിക്കൽ മെത്തേഡുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ, ചോദ്യ ഉത്തരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന വിശകലനാത്മകമായിട്ടുള്ള ആശയങ്ങൾ. ദെൻ പ്രോബ്ലം സൊല്യൂഷൻ. നമുക്കറിയാം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ പ്രോബ്ലംസിനെ നിന്നുകൊണ്ട് നമുക്ക് ആ പ്രോബ്ലംസിന്റെ പരിഹാര മാർഗങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ഉണ്ടാക്കി എടുക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ. ദെൻ ഹൈപ്പോതെസിസ് എന്താണ്, ടെൻഡേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ചില റീസണിങ് എബിലിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില ആശയങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും ചരിത്രത്തെ നമ്മൾ പുനർസൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ആശയങ്ങളും തെളിവുകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ വിശകലനങ്ങൾ. ദെൻ കമ്പാരിറ്റീവ് പഠനങ്ങൾ, വിശകലനാത്മകമായിട്ടുള്ള പഠനത്തിന് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളെ അല്ലെങ്കിൽ ഒരേ സംഭവത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ കൃത്യമായി താരതമ്യ പഠനങ്ങളിൽ വിധേയമാക്കപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ടു അഡോപ്റ്റ് ദിസ് കൈൻഡ് ഓഫ് കോസ്റ്റ് ഇഫക്ട് റിലേഷൻ ആസ് എ വൺ ഓഫ് ദ മെയിൻ ടൂൾ ഫോർ ദിസ് അനലിറ്റിക്കൽ റിസർച്ച്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടൂൾ ആയിട്ടാണ് കോസ്റ്റ് ഇഫക്ട് റിലേഷനെ നമുക്ക് കാണേണ്ടത്. ഇത്തരത്തിൽ നമുക്ക് വിശകലനാത്മകമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതി ശാസ്ത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് ഇത്തരത്തിലുള്ള കാര്യകാരണ ബന്ധങ്ങളെ നമുക്ക് ഒരുപാട് സഹായിക്കുന്നു, അല്ലെങ്കിൽ ഈ കാര്യകാരണ ബന്ധങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ വിശകലനാത്മകമായിട്ടുള്ള ഒരു ഗവേഷണ മേഖലയെ തുറന്നെടുക്കേണ്ടത്. ഇപ്പൊ ചരിത്ര പഠനങ്ങളിൽ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നതിനൊക്കെ വലിയ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ ആധുനിക കാലഘട്ടത്തിൽ വളരെ വിശദമായ രീതിയിൽ ഇത്തരത്തിലുള്ള അനലിറ്റിക്കൽ ലെവൽ ഓഫ് റിസർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന് എന്നുള്ളതും കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതാണ്. അത് അനലിറ്റിക്കൽ റിസർച്ച് എന്താണെന്ന് ക്ലിയർ ആണല്ലോ? Okay, then we have to discuss on the next topic, qualitative research. നമുക്കറിയാം ക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം വളരെ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് വളരെയധികം എസൻസ് അല്ലെങ്കിൽ വളരെയധികം എന്താ പറയാ, ക്വാളിറ്റിയുടെ മലയാളം എനിക്ക് കിട്ടുള്ള എന്താ, നമ്മൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഗുണപരമായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇറ്റ് ഈസ് ഹാൻഡിൽ വിത്ത് ദ ക്വാളിറ്റേറ്റീവ് ഫിനോമിന ദാറ്റ് ഇൻവോൾവ്സ് ക്വാളിറ്റി. ഗുണപരമായ ഒരു ഗവേഷണ രീതി. ഗുണപരം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക? ദ റിസർച്ച് ഡിസൈൻ ടു ഫൈൻഡ് ഔട്ട് ഹൗ പീപ്പിൾ ഫീൽ, വാട്ട് പീപ്പിൾ ഓഫൻ തിങ്ക് ആർ കമ്മിങ് അണ്ടർ ദിസ് റിസർച്ച്. അപ്പൊ അത് സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് ആ പഠനം കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഗുണപരമായ മാറ്റങ്ങളെ നമുക്ക് ഗുണപരമായ റിസർച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ്. ഒരു സമഗ്രമായ രീതിയിൽ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ നമ്മൾ സമീപിക്കേണ്ടത്. Qualitative research which is focused on understanding the world, the entire subject അല്ലെങ്കിൽ entire സൊസൈറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗവേഷണ പഠനം എന്നുള്ള രീതിയിൽ വേണം ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ നമ്മൾ കാണാൻ. ഇറ്റ് എയിംസ് ടു ഡിസ്കവർ ദ അണ്ടർലൈൻ മോട്ടീവ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ത്രൂ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. ചില ലക്ഷ്യങ്ങൾ, ഒരു സമൂഹത്തിന്റെ ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പഠനങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്രിയാത്മക മാറ്റങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള പഠനങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. Then data is in the form of words, pictures and objects and all. അപ്പോൾ before we are going to study about this kind of research, ഇത്തരത്തിലുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ then we can consider about different kind of data which different kind of data such as words, pictures, objects, അങ്ങനെ വ്യത്യസ്തമായിട്ട് ലഭിക്കാവുന്ന ഒരു മൾട്ടിപ്പിൾ
ലെവലിൽ കാണാൻ കഴിയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റകളെ വളരെ സമഗ്രമായ രീതിയിൽ നമ്മളിവിടെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഒരേ രീതിയിലുള്ള വസ്തുതകളെ, ഒരേ രീതിയിലുള്ള സോഴ്സുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല സമഗ്ര പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അപ്പൊ അതിൽ വിച്ച് ഈസ് ദിസ് കൈൻഡ് ഓഫ് എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ കൈൻഡ് ഓഫ് ഫിലോസഫിക്കൽ ഓറിയന്റേഷൻ. ചില തത്വശാസ്ത്രപരമായ സമീപനങ്ങളും നമുക്ക് ഇത്തരം പഠനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് സമൂഹത്തിന് ആകമാനം ഉപകാരപ്രദമാകുന്ന, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു സമഗ്രമായ സൊസൈറ്റിക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു വേ ഓഫ് അപ്രോച്ച് നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഒരിക്കലും ക്വാണ്ടിറ്റി ബേസ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ നമ്പർ. ഒരു കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമല്ല, ഒരു സമഗ്രമായിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് നമുക്കതിൽ കാണാൻ കഴിയും. Then qualitative research aim to gather an in-depth understanding of human behavior and the reasons that govern such behavior. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രധാന ലക്ഷ്യം തന്നെ അതൊരു ഡെപ്ത് ലെവൽ ഓഫ് സ്റ്റഡിയാണ് ആസ് കമ്പയർഡ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഇത്തിരി കൂടി ഡെപ്ത് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. മനുഷ്യ മനസ്സിനെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനും ആ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് പൊതുസമൂഹത്തിന്റെ സാമൂഹികമായിട്ടുള്ള നന്മയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാധ്യത ക്വാളിറ്റേറ്റീവ് റിസർച്ച് തുറന്നിടുന്നുണ്ട്. Then the qualitative method investigate the why and how of decision making, not just what, where and when. എന്ന്, എവിടെ, എങ്ങനെ എന്ന് ചോദിക്കുന്നതിൽ കൂടുതൽ നമുക്ക് ഉത്തരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ അത്തരത്തിൽ എന്തുകൊണ്ട് എന്ന് നമ്മളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളെ പരിശോധിക്കുക, അല്ലെങ്കിൽ എന്ന് നടന്നു എന്ന് പരിശോധിക്കുന്നത്, എപ്പോ നടന്നു എന്ന് പരിശോധിക്കുന്നതും അപ്പുറമായിട്ടുള്ള അതിന്റെ പാഠങ്ങളും അതിന്റെ മറ്റു വ്യത്യസ്ത തലങ്ങളും അത് സമൂഹത്തിനെ ഏത് തരത്തിൽ അഫക്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ വൈ ആൻഡ് ഹൗ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ അതിനെ നോക്കിക്കാണും. അപ്പൊ ആ സാമൂഹിക മേഖലകളിൽ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിലവിലുണ്ടായ സാഹചര്യത്തിൽ ഉണ്ടാക്കിയ ഏത് തരത്തിലുള്ള ഒരു ഡിഫക്ട്സും അല്ലെങ്കിൽ ഒരു മെറിറ്റ്സും അതിനെ ഒരു സമൂഹത്തിന് പുതിയ പാഠങ്ങൾ നൽകണം. അപ്പൊ അത്തരത്തില് പുതിയ പാഠങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് പുതിയ ആശയങ്ങളിലേക്ക് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ കൊണ്ടെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. Then we have to discuss about the advantages and disadvantages of this qualitative research. First we have to discuss on the advantages on this qualitative research. Then it enables more complex aspect on a person's experience to be studied. എന്താണ് നമ്മൾ കാണുന്നത്? ഇത് ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പഠനമാണ് എന്ന് ഉൾക്കൊള്ളുമ്പോഴും അത് മനുഷ്യന്റെ അവന്റെ അനുഭവങ്ങളെ വ്യക്തമായി പഠിക്കാനും ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടുള്ള പാഠങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാനും ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മളെ സഹായിക്കുന്നുണ്ട്. And then fewer restriction or assumptions are placed on the data to be collected. മറ്റൊന്ന്, നമ്മുടെ നിഗമനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അസംഷൻസ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കുന്ന അതിർവരമ്പുകൾ എന്ന് പറയുന്നതും ഒക്കെ തന്നെ വി ഹാവ് ടു ഡെവലപ്പ് ഓൺ ദിസ് കളക്റ്റഡ് ഡേറ്റ. നമുക്ക് കിട്ടിയ വസ്തുതകളിൽ നിന്നുകൊണ്ട് നമ്മൾ അതിന്റെ പോസിറ്റീവ് ലെവൽ ഓഫ് ആസ്പെക്റ്റിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മളവിടെ നമുക്ക് കാണാൻ കഴിയും. നോട്ട് എവരിതിങ് ക്യാൻ ബി quantified or quantified easily. Individual can be studied in more depth. പലപ്പോഴും പഠനങ്ങൾ ക്വാണ്ടിഫൈഡ് ലെവലിലേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പൊ ആ ക്വാണ്ടിഫൈഡ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡെപ്ത് ആയിട്ടുള്ള പഠനങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇൻഡിവിജ്വൽ ഫോക്കസ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ ഫോക്കസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിന് ഇൻഡിവിജ്വൽ ഫോക്കസിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അത്തരം പഠനങ്ങൾ കൂടുതൽ ആഴത്തിൽ നമുക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ മറ്റൊരു സവിശേഷമായ ഒരു സ്വാധീനം നമ്മൾ കാണുന്നത്.
Then good for explanatory research and hypothesis generation. അപ്പൊ എന്താണ് വിവരണാത്മകമായിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ നമുക്ക് ഗവേഷണത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ആശയം, വലിയ രീതിയിൽ അതുവരെ കണ്ടെത്താൻ കഴിയാത്ത ചില നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഹൈപ്പോത്തിസിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള ഒരു ആശയത്തിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണപരമാവുന്ന രീതി, അല്ലെങ്കിൽ മനുഷ്യന് ഗുണപരമാവുന്ന രീതിയിലേക്കുള്ള ആശയത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മളെ സഹായിക്കുന്നു. Then the participants are able to provide data in their own words and in their own way. ഇവിടെ നമ്മൾ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. പാർട്ടിസിപ്പൻസ് എന്ന ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകൾ ഉണ്ടാവാം, പേഴ്സൺസ് ഉണ്ടാവും, അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് അത് അവരുടെ ആശയങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ അവരുടെ വസ്തുതകളെ നമ്മൾ അതിന്റെ ഡേറ്റയായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താണ് നമ്മുടെ പഠനത്തിന്. അപ്പൊ ഇത്തരത്തില് നമ്മൾ കിട്ടുന്ന ഡേറ്റകൾക്ക് അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിലല്ല നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നത്, നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഉൾക്കൊള്ളുകയും വ്യത്യസ്തമായ ആശയങ്ങളെ പൂള് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റകളെ പൂൾ ചെയ്തുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്താണ്. കോമൺ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ദ വെൽഫെയർ ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി. അപ്പൊ സവിശേഷമായ സാമൂഹിക ക്ഷേമത്തിന് വേണ്ടി ഉതകുന്ന തരത്തിൽ ഒരു ക്വാളിറ്റേറ്റീവ് ലെവൽ ഓഫ് അപ്രോച്ച് നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് കാണാൻ കഴിയും. Then also certain kind of limitations we have to identify this kind of qualitative research. It is more difficult to determine the validity and reliability of linguistic data. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന എന്താണ് സോഴ്സുകളുടെ വാലിഡിറ്റിയെ കൃത്യമായി ജഡ്ജ് ചെയ്യാൻ കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ കടന്നുകൂടാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ അസസ്മെന്റിലാണെങ്കിലും ഏത് തരത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ദ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദാറ്റ് ഡേറ്റാസ്. ഡേറ്റകളുടെ സോഴ്സുകളുടെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും പലപ്പോഴും നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദർ ഈസ് മോർ സബ്ജക്റ്റിവിറ്റി ഇൻവോൾവ് ഇൻ അനാലിസിങ് ദ ഡേറ്റ. അപ്പൊ ഇവിടെ നമുക്ക് സബ്ജക്റ്റീവ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചരിത്ര ഗവേഷണങ്ങളെ കൂടുതൽ റിലയബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏറ്റവും സഹായകമാവുന്ന ഒബ്ജക്റ്റീവ് ലെവൽ ഓഫ് പ്രസന്റേഷൻ ആണെന്ന് നമ്മൾ പറയുമ്പോഴും അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെവൽ ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം നമുക്ക് ഒരിക്കലും നമ്മുടെ ചരിത്ര പഠനങ്ങളിൽ ആപ്ലിക്കബിൾ ആകില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പൊ അതിൽ നിന്നുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റീവ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാവുന്ന ചില പരിമിതികൾ ഇത്തരം പഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. Then another important thing is that data overload. Open-ended questions can sometimes create lots of data, then which can take a long time to analyze. അപ്പൊ നമുക്കറിയാം ഒരുപാട് ഡേറ്റകൾ, ചരിത്ര പഠനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഇത്തരം ഡേറ്റകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരം ഡേറ്റകൾ വളരെയധികം നമുക്ക് കിട്ടിയാൽ നമുക്ക് അതിനെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പൊ ഇത് പലപ്പോഴും നമുക്ക് സമയാസ്പദമായിട്ട് അല്ലെങ്കിൽ സമയാധിഷ്ഠിതമായിട്ട് ചെയ്യുന്ന പല ഗവേഷണ രീതിയിലും നമുക്ക് ടൈം വളരെയധികം കൺസ്യൂം ചെയ്തു പോവുകയും നമ്മൾ വിത്തിൻ ദാറ്റ് ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം വി കനോട്ട് കംപ്ലീറ്റ് ദാറ്റ് ടൈപ്പ് ഓഫ് റിസർച്ച്. നമുക്ക് ആ പറയുന്ന തരത്തിലുള്ള ഗവേഷണം നമുക്ക് ആ കൃത്യമായ രീതിയിൽ തീർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻസും നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് കാണാൻ കഴിയും. Then another way of research which is known as quantitative റിസർച്ച്. ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്പർ ബേസ്ഡ് ആണ്, അല്ലെ? Quantitative research refers to the systematic empirical investigation of any phenomena of statistical, mathematical, computational techniques. നമ്മൾക്ക് ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്താണ്? ഏത് ചരിത്ര പഠനങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ പലപ്പോഴും നമുക്ക്
ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. എന്നുവെച്ചാൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ, മാത്തമാറ്റിക്കൽ, കമ്പ്യൂട്ടേഷണൽ ടൂളുകളൊക്കെ തന്നെ ഇപ്പോൾ ചരിത്ര പഠനത്തിന് വളരെ വ്യാപകമായി നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതൊരു നമ്മൾ ചരിത്ര പഠനത്തിന്റെ ഭാഗമായും ഇത് വളരെ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ജനസംഖ്യാ പഠനം, ആനുപാതികമായിട്ടുള്ള പഠനമാണെങ്കിൽ ഇത്തരത്തിലുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഈവൻ ഏതൊരു സാമൂഹിക പഠനങ്ങളിലും കമ്പ്യൂട്ടേഷണൽ മെത്തേഡുകൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ, ഒരു ലൊക്കാലിറ്റിയുടെ സാമൂഹിക സവിശേഷതകളെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ, ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയുമായിട്ടുള്ള പഠനങ്ങളാണെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇത്തരത്തില് ജെൻഡർ ഡിഫറൻസ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ, കമ്പ്യൂട്ടേഷണൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളൊക്കെ തന്നെ ചരിത്ര പഠനത്തിലും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പൊ എംപിരിക്കൽ പഠനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദിസ് കൈൻഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടൂൾസ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. The objective of quantitative research is to develop and employ mathematical models, theories, hypotheses pertaining to phenomena. അപ്പൊ ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ ഈ കൗണ്ട് എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റും. ദിസ് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ മെഷർമെന്റ് ഓഫ് ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളിൽ മെഷർമെന്റിന് വളരെ നിർണായകമായിട്ടുള്ള റോള് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൺലി ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ തരത്തിലും ഈ പഠനങ്ങൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിരിക്കണം, എമൗണ്ട് ബേസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ നമ്പർ ബേസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. ദ റിസർച്ച് യൂസ് ടൂൾസ് സച്ച് ആസ് ക്വസ്റ്റ്യനെയർ, equipments to collect data, and all aspects of the study are carefully designed before the data is collected. അപ്പൊ അതിന് നമ്മൾ ഇത്തരം പഠനങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ അല്ലെങ്കിൽ റിസർച്ച് ടൂളുകളും നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിന് അത്തരം ടൂളുകൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ബേസിലുള്ള ടൂളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഈ റിസർച്ചിൽ നമ്മൾ കാണുന്നത്. ഹിയർ ദ ഡേറ്റ ഈസ് എ ഫോം ഓഫ് നമ്പേഴ്സ് and statistics, and the data is more efficient and able to test. അപ്പൊ എല്ലാ ഈ നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇത്തരം. അപ്പൊ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്, then the quantitative research is generally made using scientific method. വളരെ ശാസ്ത്രീയമായിട്ട് ആണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് നമ്മൾ ചരിത്ര പഠനങ്ങളിലൊക്കെ തന്നെ ഉപയോഗം. ചരിത്ര പഠനം എന്നല്ല, ഏത് തരത്തിലുള്ള രീതിശാസ്ത്രത്തിൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിലും അതുപോലെ മാത്തമാറ്റിക്കൽ, കമ്പ്യൂട്ടേഷണൽ റിസർച്ചിലൊക്കെ തന്നെ സാമൂഹിക ശാസ്ത്രവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യാപകമായ രീതിയിൽ ഉപയോഗപ്പെടുന്നുണ്ട്. പക്ഷെ സോഷ്യൽ സയൻസ് റിസർച്ചിലും ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നതിനെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ, കമ്പ്യൂട്ടേഷണൽ ആപ്ലിക്കേഷൻസോ ഇല്ലാതെ പലപ്പോഴും പല പഠനങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു സമൂഹത്തിന്റെ, ഒരു ജനങ്ങളുടെ, ഒരു സൊസൈറ്റിയുടെ, ഒരു സ്റ്റേറ്റിന്റെ പല കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ പല നാളിലുള്ള സ്റ്റേറ്റിന്റെ പോളിസികൾ, ഇയർ ബേസ്ഡ് പോളിസികളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള സയന്റിഫിക് ട്രീറ്റ്മെന്റ്, പ്യുവർലി സയന്റിഫിക് ട്രീറ്റ്മെന്റ് വി ക്യാൻ ഓൾസോ അപ്ലൈഡ് ഇൻ അവർ ഓൺ സോഷ്യൽ റിസർച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് നമ്മൾ പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇതിന്റെ മോഡ് ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നതിൽ വളരെ കൃത്യമായ ശാസ്ത്രീയത നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ കാണാറുണ്ട്. ഈ തിയററ്റിക്കൽ ആപ്ലിക്കേഷൻസിന്റെ കാര്യത്തിലും, ഇൻസ്ട്രുമെന്റ് മെത്തേഡും മെഷർമെന്റിന്റെ കാര്യത്തിലും, എക്സ്പെരിമെന്റൽ മെത്തേഡുകൾ വളരെ കൃത്യമായി നമ്മൾ അത് ഉപയോഗപ്പെടുന്ന ഡേറ്റ വേരിയബിൾസ് ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ പഠനത്തിന് എങ്ങനെയാണോ സഹായകമാകുന്നത് അത്തരത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കൃത്യത ചരിത്ര പഠനങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരു തരത്തിലുള്ള ഒരു ഇവാലുവേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. നമ്പർ ബേസ്ഡ് ഇവാലുവേഷൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻസ് ആണ് നമ്മളവിടെ നടത്തുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് കാണാൻ കഴിയും. Then first we have to focus on the advantages of this kind of quantitative research. It allows the researcher to measure and analyze the data. അത്
റിസർച്ചർക്ക്, ഗവേഷകർക്ക് വളരെ വ്യക്തമായ രീതിയിൽ തങ്ങളുടെ വിഷയത്തെ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഒരു മെഷർ ചെയ്യാൻ, വളരെ കൃത്യമായി മെഷർ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. Then the researcher is more objective about the finding of research. അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട്, പഠനങ്ങൾ എന്ന് പറയുന്നത്, ഗവേഷണ പഠനങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവേഷകന് അവന്റെ പഠനത്തെ കൂടുതൽ സത്യസന്ധമായും ഒബ്ജക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് തന്റെ ഗവേഷണത്തെ എത്തിക്കാനും ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് സഹായിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കാണാൻ. Then the quantitative research can be used to test hypothesis in experiment because of its ability to measure data using statistics. റിസർച്ചിന്റെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഹൈപ്പോത്തറ്റിക്കൽ മെഷർമെന്റിന് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻസിന് നമ്മൾ കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ വിശകലനമായി പഠിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് നൽകുന്നുണ്ട്. അപ്പൊ അത് ആ ഡേറ്റയുടെ റിലയബിലിറ്റിയെയും ഡേറ്റയുടെ സാധ്യതയും ഡേറ്റയുടെ മുഴുവൻ ജെന്യുവിനിറ്റിയും നമുക്ക് അവിടെ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണും. Then we have to discuss on the disadvantages. The main disadvantages of this quantitative research is the context of the study or experiment is ignorant. പലപ്പോഴും ഇത്തരം പഠനങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഈ കോണ്ടെക്സ്റ്റൽ ബേസ്ഡ് എക്സ്പെരിമെന്റ് നമുക്ക് സാധ്യമാകില്ല. പറഞ്ഞാൽ നിലവിലുള്ള ഒരു കോണ്ടെക്സ്റ്റൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല പലപ്പോഴും പഠനങ്ങൾ. അതിനെ നമുക്ക് ഈ പറയുന്ന ഈ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ചില വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റുകളെ അതേ രീതിയിൽ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ അസംഷൻസിനൊക്കെ കാണുന്ന ചില പരിമിതികൾ നമ്മുടെ പഠന മേഖലയ്ക്കും ഉണ്ടാവും. Then the quantitative research does not study things in a natural setting or discuss the meaning things have for different people. അപ്പൊ അത് തന്നെയാണ് നമ്മൾ അതിന്റെ ഇൻസൈറ്റ്, നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസൈറ്റിലേക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പഠനങ്ങൾ ചെന്നെത്തണമെന്നില്ല. അത് നമ്മൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റേറ്റീവ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ തന്നെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് ഉപയോഗപ്പെടുത്തുമ്പോൾ പോലും നമ്മൾ സംടൈംസ് വി ഹാവ് ഓൾസോ അപ്ലൈഡ് ദിസ് കൈൻഡ് ഓഫ് qualitative and analytical method also incorporate with this quantitative research. അപ്പൊ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ അതിന്റെ എസൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് പലപ്പോഴും ക്വാളിറ്റേറ്റീവ് എലമെന്റും അതുപോലെ തന്നെ അനലിറ്റിക്കൽ ഡിസ്ക്രിപ്റ്റീവ് ശാസ്ത്രങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. ഈ ക്വാണ്ടിറ്റേറ്റീവ് ലെവലായിട്ട് മാത്രം നമുക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് ചില പരിമിതികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. Then a large sample of the population must be studied for more accurate result. ഇപ്പൊ വലിയ രീതിയിൽ ഇപ്പൊ പോപ്പുലേഷൻ പഠനങ്ങളൊക്കെ തന്നെ ഡേറ്റാ ബേസ്ഡ് ആയിട്ട് മാത്രം നമ്മൾ പോകുമ്പോൾ ഉണ്ടാക്കുന്ന ആക്യുറേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു സാമൂഹ്യ പഠനത്തെ നമുക്ക് ഈ മെഷർമെന്റ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഒരു ടൂളായിട്ട്. അല്ലാതെ ആ മെഷർമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീർത്തും സ്റ്റാറ്റിസ്റ്റിക്കൽ ലെവൽ ഓഫ് പ്രസന്റേഷനിലേക്ക് നമ്മൾ പോയാൽ അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ട് പ്രധാനമായും നമുക്ക് ഈ 4 ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്, ഈ 4 തരത്തിലുള്ള ഗവേഷണ മേഖലയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. അത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ്, അതുപോലെ തന്നെ അനലിറ്റിക്കല്, ദെൻ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ ഇത്തരത്തിലൊക്കെ റിസർച്ചുകൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോഴും ഇതിനെ നമുക്കൊരു സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റലൈസേഷൻ എന്നുള്ള രീതിയിലല്ല നമ്മൾ പലപ്പോഴും അതിനെ കാണേണ്ടത്. പലപ്പോഴും നമുക്ക് ഈ മറ്റ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ വേ ഓഫ് റിസർച്ച് മെത്തേഡ്സും നമുക്ക് നമ്മുടെ പഠനങ്ങളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സാമൂഹിക പഠനത്തിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി തന്നെ അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വേണം നമ്മൾ നമ്മുടെ വിഷയത്തെ നോക്കിക്കാണാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങളും ക്ലിയർ ആയോ?
ആ സാർ ഏറെക്കുറെ ക്ലിയർ ആയി. ഏറെക്കുറെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ സാർ.